ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ സോഹോ ബുക്സിൻ്റെ സെഷൻസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, സോഹോ ബുക്സിൽ അവൈലബിൾ അല്ലാത്ത റിപ്പോർട്ട്സ് നമുക്ക് സോഹോ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ സോഹോ അനലിറ്റിക്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ഇത് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ റൈറ്റ് ടോപ്പിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പം താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അനലിറ്റിക്സ് എന്ന് കാണാനായിട്ട് പറ്റും. ആ ഒരു ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് അനലിറ്റിക്സിൻ്റെ വിൻഡോയാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ സോഹോ അനലിറ്റിക്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും നമുക്ക് പുതിയ റിപ്പോർട്ട്സ് ബിൽഡ് ചെയ്തെടുക്കാനാണ്. ഇവിടെ നമ്മൾ റോൾ സെലക്ട് ചെയ്യുന്നു, ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു എന്താണ് പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ബിസിനസ് ഓവർ റിപ്പോർട്ട്സ്, സെയിൽസ് റിപ്പോർട്ട്സ്, പർച്ചേസ് റിപ്പോർട്ട്സ്, അതുപോലെ അക്കൗണ്ടിന് വേണ്ടുന്ന റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് സോഹോയിൽ അവൈലബിൾ ആണ് ബുക്സിൽ. അതിൽ ഇൻവെന്ററിലാണെങ്കിൽ ഇൻവെന്ററി റിപ്പോർട്ട്സും അവൈലബിൾ ആണ്. ഇതല്ലാതെ നമുക്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഹോ അനലിറ്റിക്സിൽ അത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പിവോട്ട് ടേബിൾ, അല്ലെങ്കിൽ ചാർട്ടായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൊറി ടേബിൾ വെച്ചിട്ട് തന്നെ ഇത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ചില ഓർഗനൈസേഷൻസിൽ എംപ്ലോയീസിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവും ഒരു മാസത്തിൻ്റെ അവസാനം. അപ്പോൾ കഴിഞ്ഞ മാസം അവർ എത്ര സെയിൽ കൊണ്ടുവന്നു, അപ്പോൾ സെയിലിൻ്റെ ഒരു കറക്റ്റ് പെർസെൻറ്റേജ് കൊടുക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ബുക്സിൽ സെയിൽ ബൈ സെയിൽസ് പറ്റുന്ന റിപ്പോർട്ട് ഉണ്ടാവും. അതുവഴി നമുക്ക് അമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പേ ചെയ്താൽ മതിയാവും. പക്ഷേ അതേ സമയത്ത് ഒരു പ്രോഫിറ്റ്, ഒരു എംപ്ലോയിൻ്റെ പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അവർക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതായത് ഓരോ എംപ്ലോയിൻ്റെയും സെയിൽ, ആ സെയിലിൻ്റെ കോസ്റ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്താൻ. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ അനലിറ്റിക്സ് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഇതുപോലുള്ള റിപ്പോർട്ട്സ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ഓവർവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഇതുപോലെ ഒരു സോഹോ അനലിറ്റിക്സ് ആക്സസ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സെറ്റപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഡാറ്റാ ബേസ് ആണ്. ഏത് ഡാറ്റാ ബേസ് ആണ് നമ്മൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ്, ഏതിൻ്റെ ബേസിൽ നിന്നാണ് നമ്മളിതിൽ റിപ്പോർട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ സോഹോ ബുക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഹോ ബുക്സ് എന്ന് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സോഹോ ബുക്സ് അനലിറ്റിക്സ് എന്നാണ് നമ്മൾ വർക്ക് സ്പേസിൻ്റെ നെയിം ആയിട്ട് കൊടുക്കുന്നത്. ഓർഗനൈസേഷൻ നമ്മൾ ഇതുപോലെ ക്രഞ്ച് ദ നമ്പേഴ്സ് എന്ന ഓർഗനൈസേഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ഡാറ്റേൻ്റെ സെറ്റപ്പാണ്. ഇതിൽ ഏതൊക്കെ ഫീൽഡാണ് നമുക്ക് നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഫീൽഡാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് വരേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്ന ഫീൽഡ് മാത്രമേ നമുക്ക് ഒരു റിപ്പോർട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിൽ വെക്കുക, നമുക്ക് ഏത് മോഡ്യൂളിൽ നിന്നൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സെയിൽസ് റിപ്പോർട്ടാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഇൻവോയ്സ് ഐറ്റംസ്, ക്രെഡിറ്റ് നോട്ട്, ആ ഒരു ടേബിൾ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു പർച്ചേസിംഗ് റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബിൽ ഐറ്റം, അതുപോലെ വെൻഡർ ക്രെഡിറ്റ്, ഈ റിപ്പോർട്ടൊക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെ കംപ്ലീറ്റ് മോഡ്യൂൾസും ടിക്കറ്റ് കൊടുത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളത്, റോസിന്റെ കാര്യത്തിൽ ലിമിറ്റേഷൻ വരും. നമ്മുടെ പ്ലാൻ ഏതാണോ നമ്മൾ സോഹോ അനലിറ്റിക്സ് ചൂസ് ചെയ്യുന്നത്, ആ പ്ലാനിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് അത്രത്തോളം റോ സെലക്ട് ചെയ്യാനായിട്ടും പറ്റുന്നത്, അതുപോലെ നമ്മുടെ റിപ്പോർട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതൊക്കെയാണോ നമ്മൾ ടിക്ക് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് ഒരു റിപ്പോർട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവുക. ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ സ്റ്റോക്ക് ഇൻഫ്ലോ ടേബിളും സ്റ്റോക്ക് ഔട്ട്ഫ്ലോ ടേബിളും ഫിഫോ മാപ്പിംഗ് ടേബിളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. ഇത് നമുക്കൊരു പർച്ചേസ് റിപ്പോർട്ടിനാണെങ്കിൽ, ഒരു സെയിൽസ് റിപ്പോർട്ടിനൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടേബിൾസ് ആണ് ഇതെല്ലാം. ഇവിടെ നമ്മളിപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഇൻവോയ്സ് ഉണ്ട്, അതുപോലെ ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, ദെൻ സെയിൽസ് ഓർഡേഴ്സ് ഉണ്ട്, ബില്ലുണ്ട്, ബിൽ ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ടിക്കറ്റ് കൊടുക്കുക. ഈ ഒരു ടേബിൾ നമ്മൾ ടിക്കറ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ അണ്ടറിൽ കോമ്പണൻസ് ആയിട്ടുള്ള ബാക്കിയുള്ള സബ് ആയിട്ടുള്ളതും വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഏത് സബ് ആയിട്ടുള്ളതിൽ ഏതൊക്കെ വേണമെന്നുണ്ടോ അത് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. അതിനുശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മളെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ സോഹോ അനലിറ്റിക്സിൻ്റെ ആ ഒരു വർക്ക് സ്പേസ് ആയിട്ട് വരുന്നത്. ഇതിൽ ഓൾറെഡി സോഹോ അനലിറ്റിക്സ് തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്ന കുറേ റിപ്പോർട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കാണുന്ന സമയത്ത് ഇതൊക്കെ ടേബിൾസ് ആണ്. ഈ കാണുന്ന ഈ ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ടേബിൾസ് ആണ്. ഈ ടേബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ സോഹോ ബുക്സിൽ നിന്ന് വരുന്ന ടേബിൾസ് ആണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതാത് ടേബിളിൽ പോയിട്ട് റെക്കോർഡ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻവോയ്സ് ടേബിൾ റെക്കോർഡ് ആവും, ഇൻവോയ്സ് ഐറ്റം ടേബിൾ റെക്കോർഡ് ആവും, ഈ അക്രൂവൽ ട്രാൻസാക്ഷൻ ടേബിളിലൊന്നും റെക്കോർഡ് ആവും. ഇനി ഒരു റിപ്പോർട്ട് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ ഡാറ്റ എടുത്തിട്ട് പുതിയ റിപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി സോഹോ അനലിറ്റിക്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്സ് കാണണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട്സിൽ വന്നാൽ മതി. ഇവിടെ നമുക്ക് ചാർട്ടിന്റെ രൂപത്തിലാണെങ്കിലും അതേപോലെ ഒരു ട്രെൻഡ് ലൈൻ രൂപത്തിലൊക്കെ ആണെങ്കിലും കുറെ റിപ്പോർട്ട്സ് സോഹോ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് റെഫർ ചെയ്ത് നോക്കുക.
ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ന്യൂ എന്നുള്ളത് കൊടുത്തിട്ട് ഒരു പിവോ ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൊറി ടേബിൾ ആയിട്ടോ ചാർട്ടിന്റെ രൂപത്തിലോ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ റിപ്പോർട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നമുക്കൊരു പുതിയ ഡാഷ്ബോർഡും ക്രിയേറ്റ് ചെയ്യാം. ആ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് എല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ഇതിന്റെ ഒരു സിങ്ക് ടൈമിലേക്ക് നോക്കാം. നമുക്ക് ഡാറ്റ സോഴ്സസിലാണ് നമ്മുടെ സോഹോ ബുക്സുമായിട്ടുള്ള സിങ്കിന്റെ സെറ്റിംഗ്സ് ഇരിക്കുന്നത്. ഇത് സിങ്ക് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് സിങ്ക് വരുന്നത് 7th ജൂലൈ എന്നുള്ള 2:50 അതായത് ഇപ്പം ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന ആ ഒരു സിങ്കിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് 1 ഡേ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ നമുക്ക് എഡിറ്റ് സെറ്റപ്പ് കൊടുത്തിട്ട് ആ സിങ്കിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂറേഷൻ കുറയ്ക്കാനായിട്ടും പറ്റും.